പാട്ട് പിടി കിട്ടിയോന്ന് പറയണം കേട്ടോ. ഒന്ന് ബാംഗ്ലൂർ വരെ പോയി വന്നാലോ? ഇത് കുറച്ച് കാലപ്പഴക്കമുള്ള വീഡിയോ ആണ്. ഫുഡ് അടിക്കാൻ ഇഷ്ടമുള്ളവർ ഒന്നിച്ചു പോയാൽ പിന്നെ സമയവും സന്ദർഭവും ഒന്നും ഒരു വിഷയമല്ലല്ലോ. അതേപോലെ ഒരു ഒട്ടപ്പാച്ചിലിന് നമ്മൾ ബാംഗ്ലൂർ പോയി തട്ടി ഐറ്റംസ് ആണ് കാണിക്കുന്നത്. ഇതെല്ലാം ഒരു 1 or 2 hourനുള്ളിൽ അകത്താക്കിയ ഐറ്റംസ് ആണ് എന്ന് കരുതി നിങ്ങൾ റിഫിലിയോ ടമ്മിയുടെയും സുമി ചേച്ചിയുടെയും അത്രയൊന്നും എക്സ്പെക്ട് ചെയ്യരുത്. ദേ ആർ ലെജൻസ് മക്കളെ, ലെജൻസ്. ആദ്യം കഴിച്ച 3 ഐറ്റംസ് വിശപ്പിൻ്റെ വിളി കൊണ്ട് കഴിച്ചതാട്ടോ. പിന്നീട് കഴിച്ചതൊന്നും വിശപ്പ് കൊണ്ടല്ല, ആക്രാന്തം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ സ്പോട്ട് നമ്മൾ വേറെ അധികം ദൂരമൊന്നും പോയില്ല. നമ്മൾ താമസിച്ച ഹോട്ടലിൻ്റെ തൊട്ട് താഴെയുള്ള റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ വിസിറ്റ് ചെയ്തത്. അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് കഴിക്കാൻ തീരുമാനിച്ചു കേട്ടോ. സോ മൈസൂർ മസാല ദോശ, ദഹി പൂരി, നീർദോശ, പിന്നെ ലാസ്റ്റ് വന്ന ചായ അടക്കം ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ദഹി പൂരിയൊക്കെ ഉണ്ടല്ലോ, ആ ടേസ്റ്റസിൻ്റെ ബ്ലെൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഉപ്പ്, മുളക്, പുളി, മധുരം എല്ലാം കൂടി അടിപൊളി റേഷ്യോയിൽ എൻ്റെ വായിൽ ഇങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നു. ആ ടേസ്റ്റും ആലോചിച്ചിട്ട് ഞാൻ നാട്ടിൽ വന്ന് ഓർഡർ ചെയ്ത ദഹിപൂരിയൊക്കെ 8ൻ്റെ പണിയും തന്നിട്ടുണ്ട്. ചായയൊക്കെ പിന്നെ കുടിച്ചിട്ട് അങ്ങ് ബോധിച്ചാലുണ്ടല്ലോ നമ്മൾ രണ്ടാമത്തെ റൗണ്ട് അങ്ങ് പറയും. അങ്ങനെ നമ്മൾ രണ്ടാമത് ഓർഡർ ചെയ്ത ചായയാണ് ദേ 11 കൊണ്ട് തരുന്നത് കേട്ടോ. അടുത്ത സ്പോട്ടിനെ കുറിച്ച് നമുക്ക് വലിയ സംശയമൊന്നും ഇല്ലാത്തതുകൊണ്ട് നേരെ അങ്ങോട്ട് വെച്ചുപിടിച്ചു കേട്ടോ. വേറെ എവിടെയല്ല, നമ്മളുടെ സ്വന്തം രാമേശ്വരം കഫേ. വീക്കെൻഡായിട്ട് ഇത്ര തിരക്കൊക്കെ ഞങ്ങളും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ കയ്യിൽ അങ്ങനെ ഭയങ്കര സമയമൊന്നും ഇല്ലെങ്കിലും നമുക്ക് അതിനുള്ള അഹങ്കാരമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളുള്ള സമയത്ത് നല്ലോണം കട്ട വെയിറ്റ് ചെയ്ത് ഒരൈറ്റം ഓർഡർ ചെയ്ത് കാത്തിരിക്കണം കേട്ടോ. ഇതേ ആ അപ്പൂപ്പനെ കണ്ടോ, നല്ല ക്യൂട്ടല്ലേ? ആള് നല്ല സൂപ്പറാട്ടോ. ചില്ലറ ഐറ്റംസ് ഒന്നും അല്ല ഓർഡർ ആക്കിയേ. ആ കാഴ്ച കാണാൻ നല്ല രസമുണ്ടായിരുന്നേ. ഹി ഈസ് ലിറ്ററലി എൻജോയിങ് ഹിസ് ഫുഡ് ആൻഡ് ഹിസ് ഓൺ കമ്പനി.